മിഡിൽ ഈസ്റ്റിൽ സംഘർഷം നിലനിൽക്കുന്നതിനിടെ ലെബനനിൽ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ലെബനനിലും വെസ്റ്റ് ബാങ്കിലെ തുൽക്കറമിലും നടത്തിയ 2 വ്യത്യസ്ത സൈനിക നീക്കങ്ങളിലൂടെ വലിയ ഭീകരാക്രമണ പദ്ധതികൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം ട്വീറ്റ് ചെയ്തു. ആക്രമണത്തിന് സജ്ജമാക്കിയിരിക്കുന്ന റോക്കറ്റ് ലോഞ്ചറും അത്യാധുനിക ബോംബ് നിർമ്മാണശാലയും പൂർണ്ണമായും തകർത്തതായും സേന അറിയിച്ചു. ഇസ്രായേൽ പ്രതിരോധ സേന നൽകുന്ന വിവരമനുസരിച്ച് തെക്കൻ ലെബനനിലെ ജുവയ്യ മേഖലയിൽ ഒരു റോക്കറ്റ് ലോഞ്ചർ വിന്യസിച്ചു. ഇസ്രായേലിനെതിരെ റോക്കറ്റുകൾ തൊടുക്കാൻ സജ്ജമാക്കിയിരുന്ന ഈ സംവിധാനത്തെ ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ സൈന്യം കണ്ടെത്തുകയും കൃത്യമായ ലക്ഷ്യത്തോടെ തകർക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഈ റോക്കറ്റ് ലോഞ്ചർ സംവിധാനം കൃത്യമായ സമയത്ത് തകർക്കാൻ സാധിച്ചില്ലെന്നായിരുന്നുവെങ്കിൽ ഇസ്രായേലിലെ ജനവാസ മേഖലയിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുമായിരുന്നുവെന്നും സൈന്യം വിലയിരുത്തി. അതേസമയം വെസ്റ്റ് ബാങ്കിലെ തുൽക്കറം പ്രദേശത്ത് രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സൈന്യം ഒരു വലിയ റെയ്ഡ് നടത്തി. അവിടെ പ്രവർത്തിച്ചിരുന്ന അതീവ രഹസ്യമായ ഒരു സ്ഫോടക വസ്തു നിർമ്മാണശാല സൈന്യം കണ്ടെത്തി. ഈ ലാബിനുള്ളിൽ നിന്നും കണ്ടെത്തിയ വസ്തുക്കൾ സുരക്ഷാ ഏജൻസികളെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു. കേന്ദ്രത്തിൽ നിന്നും വിവിധ തരത്തിലുള്ള മാരകമായ വസ്തുക്കളാണ് സൈന്യം പിടിച്ചെടുത്തത്. ഏകദേശം 200 പൈപ്പ് ബോംബുകളും വാഹനങ്ങൾ സ്ഫോടനത്തിലൂടെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത അഗ്നിശമന ഉപകരണങ്ങളും കണ്ടെടുത്തു. കൂടാതെ വാഹനങ്ങൾക്കിടയിൽ വെച്ച് സ്ഫോടനം നടത്താൻ സജ്ജീകരിച്ച വലിയ ഗ്യാസ് സിലിണ്ടറുകളും 50 കിലോയിലധികം സ്ഫോടക വസ്തുക്കളും മറ്റ് അസംസ്കൃത വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. ഈ ലാബിൽ വികസിപ്പിച്ചെടുക്കുന്ന ബോംബുകൾ ജൂഡിയയിലും സമരിയയിലും പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സൈനികർക്കെതിരെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. കൂടാതെ ഇസ്രായേൽ പൗരന്മാരെ ലക്ഷ്യമിട്ട് വലിയ ഭീകരാക്രമണങ്ങൾ നടത്താനും ഇവർ പദ്ധതിയിട്ടിരുന്നു. ഈ സൈനിക നടപടിയെ തുടർന്ന് പ്രദേശത്തുടനീളം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാനെതിരെ സൈനിക നീക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും ഇസ്രായേലിന് ഇനിയും വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. ഇറാൻ ഇനി യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങളൊന്നുമില്ലെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു. അതേസമയം അൽ മജ്ദേലിലും ടെബ്നൈനിലും ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ തെക്കൻ ലെബനനിൽ പുതിയ ഇസ്രായേലി ആക്രമണങ്ങൾ നടന്നതായി ലെബനൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ആക്രമണങ്ങൾക്കും ഇസ്രായേലുമായുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾക്കുമെതിരെ ബെയ്റൂട്ടിലെ തെരുവുകളിൽ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുമുണ്ടായിരുന്നു. ഇസ്രായേലുമായുള്ള ഗവൺമെന്റിന്റെ ചർച്ചകൾക്കെതിരെ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ വലിയ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ ഭരണകൂടവുമായുള്ള ചർച്ചകളെ ജനങ്ങൾ അപലപിക്കുകയും പ്രതിരോധത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പൊതുജന രോഷത്തിനിടയിൽ പ്രധാനമന്ത്രി നവാഫ് സലാം തന്റെ അമേരിക്കൻ യാത്ര റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും നിലനിർത്തുക എന്നതാണ് തന്റെ പ്രാഥമിക കടമയെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.